الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. هو الذي متم نوره ولو كره الكافرون. الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وزعيم المتقين وإمام المسلمين وقائد المؤمنين الذي أدى الأمانة ونصح الأمة وبلغ الرسالة وجاهد في الله حق جهاده كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, തികഞ്ഞതാവായ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അവന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും നമ്മുടെ അടക്കവും അനക്കവും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടുകൂടി ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല. സ്വർഗം നേടിയവരാവുന്നു വിജയിച്ചവർ. വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസി സമൂഹത്തോട് നരകത്തെ സൂക്ഷിക്കാൻ അല്ലാഹു ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഖു അൻഫുസക്കും വഅഹ്ലീക്കും നാറ. സ്വന്തത്തെ മാത്രമല്ല, തന്റെ കുടുംബത്തെയും നരകത്തിലെത്താതെ സംരക്ഷിക്കേണ്ട ബാധ്യത വിശ്വാസികൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. മക്കളെ നന്നായി വളർത്തുക, അത് എല്ലാ രക്ഷിതാക്കളുടെയും ഉത്തരവാദിത്തമാണ്. പിതാവും രക്ഷിതാവും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്കൂളിലൊക്കെ ഫോം അപേക്ഷിക്കുമ്പോൾ പിതാവിന്റെ പേരുണ്ടാവും, രക്ഷിതാവിന്റെ പേരുണ്ടാവും. പിതാവായതുകൊണ്ട് ഒരാൾ രക്ഷിതാവായിക്കൊള്ളണമെന്നില്ല. രക്ഷിതാവ് എന്ന് പറഞ്ഞൊരു മസ്ഊലിയത്താണ്, ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ പിതാവിന് കഴിയണം. അപ്പോഴാണ് പിതാവ് രക്ഷിതാവ്.
അതിലേറ്റവും പ്രധാനപ്പെട്ടത് മക്കൾ സ്വാലിഹീങ്ങളാവുക എന്നതാണ്. സാലിഹീങ്ങളായ മക്കളെ വളർത്താൻ അല്ലെങ്കിൽ മക്കളെ സാലിഹീങ്ങളാക്കാൻ, നന്മയുള്ള നല്ലവരായ സന്താനങ്ങളാക്കാൻ ഓരോ രക്ഷിതാവും ആദ്യം ചെയ്യേണ്ടത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. അള്ളാഹു ഉത്തരം നൽകുന്ന പ്രാർത്ഥനയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്ത് പറഞ്ഞ പ്രാർത്ഥന ദഅവത്തുൽ വാലിദി ലി വലദിഹി, വാപ്പ പിതാവ് മകന് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണ് അള്ളാഹു വേഗം ഉത്തരം നൽകുന്ന പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന. അത് അനുകൂലിച്ചാലും പ്രതികൂലിച്ചാലും അള്ളാഹു ഉത്തരം നൽകും. അതാണ് നിങ്ങൾ ഒരിക്കലും മക്കളെ ശപിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാരെല്ലാം തങ്ങളുടെ സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ഹദ്റത്ത് സക്കരിയ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം, ഇവരുടെയൊക്കെ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആൻ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ എനിക്ക് ദുർരിയത്തൻ ത്വയ്യിബ, നല്ല മക്കളെ നൽകണമെന്നാണ് സക്കരിയ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. മക്കളെ നൽകുക എന്നുള്ളതും നല്ല മക്കളെ നൽകുക എന്നുള്ളതും തമ്മിൽ വ്യത്യാസമുണ്ട്. മക്കൾ ഉണ്ടാവുക എന്നുള്ളതല്ല, നല്ല മക്കളാവുക, സാലിഹീങ്ങളാകുക. നിനക്ക് ഉപകാരപ്പെടുന്ന മകൻ വലതുൻ സാലിഹുൻ യദഉ ലഹു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സന്താനം ഉപകാരപ്പെടൂല, വലതുൻ സാലിഹാവണം, സാലിഹായ സന്താനമാണ്. അപ്പൊ സാലിഹായ സന്താനമാവണമെങ്കിൽ മക്കൾ സാലിഹീങ്ങളാവാൻ മക്കൾ ഉണ്ടാവുന്നതിന് മുമ്പ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സക്കരിയ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചത് അങ്ങനെ, മകൻ ഉണ്ടാകുന്നതിന് മുമ്പാണ് പ്രാർത്ഥിച്ചത്. അതേപോലെ മക്കൾ ഉണ്ടായതിനു ശേഷമാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നത്. റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയത്തി റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. ഇപ്പൊ സന്താനങ്ങൾ ഉണ്ടാവുക, സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന രക്ഷിതാവിന്റെ ഒരു ബാധ്യതയാണ്. എല്ലാ രക്ഷിതാക്കളും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാത്ത രക്ഷിതാക്കൾക്ക് സാലിഹീങ്ങളായ സന്താനങ്ങൾ ഉണ്ടാവില്ല. സന്താനങ്ങൾ ഉണ്ടാവും, സാലിഹീങ്ങളാവൂല. അപ്പൊ മക്കള് സാലിഹീങ്ങളാവണമെന്ന് ആഗ്രഹിക്കാത്തൊരു രക്ഷിതാവ് ഉണ്ടാവില്ല. പക്ഷെ മക്കൾക്ക് വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന രക്ഷിതാക്കൾ വളരെ കുറവാണ്. മക്കള് നന്നാവണ്ട എന്നൊരാഗ്രഹം രക്ഷിതാവിനുണ്ടാവില്ല. അതുകൊണ്ട് അതിൽ ഒന്നാമത്തെ ബാധ്യത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നല്ല പണ്ഡിതന്മാർ പഠിപ്പിച്ചത് ഇൽഹാഓടുകൂടി പ്രാർത്ഥിക്കണം എന്നാണ്. മക്കളെ കാര്യത്തിൽ വാശി വേണമെന്നാണ് പ്രാർത്ഥനയിൽ. അല്ലാഹ് നീ എന്റെ മകനെ സ്വാലിഹീങ്ങളായ മക്കളാക്കണേ എന്ന് പ്രാർത്ഥിച്ചാ പോരാ, സാലിഹീങ്ങളാക്കൽ നിന്റെ ബാധ്യതയാണ് എന്ന് അള്ളാഹിനോട് നമ്മൾ പറയണം. സാലിഹീങ്ങളാക്കുക എന്ന് പറയുന്നതിൽ പ്രാർത്ഥനയിൽ വാശിയോടുകൂടി പ്രാർത്ഥിക്കണം എന്നാണ് മക്കളെ കാര്യത്തിൽ. അത് നമ്മുടെ ഒരു അവകാശമായി അള്ളാഹിനോട് പറയണം. അങ്ങനെയുണ്ട് പ്രവാചകന്മാരൊക്കെ ചില കാര്യങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹ് ചെയ്തു തരണം എന്ന് അള്ളാഹിനോട് പറയും. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യേണ്ടതല്ലേ. അപ്പൊ അങ്ങനെ വാശിയോടുകൂടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന അത്രയും നിർബന്ധമാണ്. എല്ലാ പ്രവാചകന്മാരുടെയും പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, അല്ലാഹുവേ എനിക്ക് സാലിഹീങ്ങളിൽപ്പെട്ട ആളുകളെ നൽകണം. സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ വംശപരമ്പരയിൽപ്പെട്ട ആളുകൾക്കും പിതാവിനുമൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അമ്പിയാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പിതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മക്കളോടുള്ള ബാധ്യതയിൽ ഒന്നാണ് സാലിഹായ മക്കളെ നമുക്ക് വേണമെന്ന് നമുക്ക് താല്പര്യവും ആഗ്രഹവും ഉണ്ടെങ്കിൽ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് മക്കൾക്ക് ഇടതടവില്ലാതെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്നതാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രാർത്ഥന എന്നെ പഠിപ്പിച്ചു തന്നു. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. സത്യവിശ്വാസികളായ ഇബാദുർ റഹ്മാൻ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ പ്രാർത്ഥനയാണ് റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് പറയും. അപ്പൊ ഒന്നാമത് മക്കളോട് നമുക്ക് ചെയ്യേണ്ട, മക്കൾ സാലിഹ്യങ്ങളാവാൻ നമ്മൾ ചെയ്യേണ്ടത് മക്കൾക്ക് പ്രാർത്ഥിക്കാം, മക്കൾക്കെതിരെ പ്രാർത്ഥിക്കാതിരിക്കാം. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. മക്കൾക്കെതിരെ ഒരു രക്ഷിതാവ് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അല്ലാഹു കേൾക്കും, ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. ഒരു വാപ്പ മകന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിന് ആമീൻ പറയുന്നത് മലക്കുകളാണെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വാപ്പ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മൾ മാത്രമല്ല ആമീൻ പറയാം, മലക്കുകൾ പറയാം. അതുകൊണ്ട് ശാപപ്രാർത്ഥന നടത്തിയാൽ എന്റെ മോൻ കുരുത്തം കെട്ടവനാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ പിന്നെ കുരുത്തം കെട്ടവനാവും. ഈ മകനെ കൊണ്ട് ഇടങ്ങാറായി എന്ന് ശപിച്ചാൽ ഇടങ്ങാറുണ്ടാവും. കാരണം അതിന് ആമീൻ പറയുന്ന ആളുകൾ സാലിഹീങ്ങളാണ്, മലായിക്കത്തുകളാണ്. അതുകൊണ്ട് പിതാവ് ദഅവത്തുൽ വാലിദി ലിവലദിഹി, വാപ്പ മകന് വേണ്ടി പ്രാർത്ഥിക്കുക. മകൻ നന്നാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധികളിൽ ഒന്ന് മക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും രക്ഷിതാക്കൾ പ്രാർത്ഥിക്കലാണ്. വാപ്പയും ഉമ്മയും മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അത് അമ്പിയാക്കളുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉദ്ധരിച്ചു തന്നില്ല. രണ്ടാമത്തത്, മക്കൾക്ക് പിൻപറ്റാൻ പറ്റുന്ന മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക, നമ്മൾ മാതൃകയാവുക. അൽ വാലിദു സിർറു വാലിദി അൽ വലദു സിർറു വാലിദി. അൽ വലദു സിർറു വാലിദിഹി എന്ന് പറഞ്ഞാൽ മകൻ വാപ്പയുടെ രഹസ്യമാണ് എന്ന് പറഞ്ഞാൽ വാപ്പ എന്താണോ അതാണ് മകൻ. അതാണല്ലോ വാപ്പ എന്താണ് അതാണ് മകൻ. അപ്പൊ പിതാവിന്റെ ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ മകനിൽ ഉണ്ടാവുക. മകനൊരു പിതാവിന്റെ ഒരു കണ്ണാടിയാണ്. പിതാവ് എന്താണോ അതായിരിക്കും മക്കൾ. അതുകൊണ്ടാണ് എല്ലാ കുട്ടികളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ കുട്ടികൾ ജനിച്ചു ശുദ്ധ പ്രകൃതി ജനിക്കുന്ന ആ കുട്ടിയെ നന്നാക്കുന്നതിലും കേടുവരുത്തുന്നതിലും ആർക്ക് ഉത്തരവാദിത്തമുണ്ട്? നമ്മളെ മക്കൾ കേടുവരുന്നതിൽ ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ്. അതിൽ പള്ളി കമ്മിറ്റി പ്രസിഡന്റിനോ ഖത്തീബിനോ മദ്രസത്തിനോ ഉസ്താദിനോ ഒന്നൊരു ബാധ്യതയില്ല. ഒന്നാമത്തെ ബാധ്യത ആർക്കാണ്? രക്ഷിതാക്കൾക്കാണ്. മക്കൾ കേടുവന്ന പടച്ചോൻ ആരോടാ ചോദിക്കാൻ? രക്ഷിതാക്കളോടാണ്. അപ്പൊ മാതാപിതാക്കൾക്ക് അവർക്ക് അനുയോജ്യമായ മക്കൾക്ക് പിൻപറ്റാൻ വന്ന കാരണം മക്കൾ ഇങ്ങനെ കോപ്പി ചെയ്യണ ഒരു പ്രായം ഉണ്ടാവും. ആ കോപ്പി ചെയ്യണ പ്രായത്തിൽ രക്ഷിതാവിന്റെ സ്വഭാവം എന്താണ്, രക്ഷിതാവിന്റെ പെരുമാറ്റം എന്താണ്, രക്ഷിതാവ് സത്യം പറയുന്നവനാണോ കള്ളം പറയുന്നവനാണോ, അതുപോലെ തന്നെ സ്വഭാവ പെരുമാറ്റങ്ങൾ എങ്ങനെയാണ് എന്നത് അതേപോലെ ആര് ചെയ്യും? സിർറു വാലിദിഹി, മകൻ കോപ്പി അടിക്കും. അപ്പൊ മകൻ ബാപ്പയുടെ ഒരു ഫോട്ടോസ്റ്റാറ്റാണ് ആര്? മക്കള്. ഇതങ്ങനെ തന്നെയാണ്, എല്ലാ കാലത്തും അങ്ങനെയാണ്. ജീനുകൾ ഇങ്ങനെ കൈമാറി വരും. അതിൽ കുറെയൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഒരു വിധത്തിലൊക്കെ ഒരു കോപ്പി തന്നെയായിരിക്കും ഉണ്ടാവുക. ആ കോപ്പി ആവുമ്പോൾ പിതാവ് മാതൃകയാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പറയുന്നത്, ഒരാളെ മറ്റു മതസ്ഥരാക്കുന്നത്, മജൂസി, ക്രിസ്ത്യാനി, ജൂതൻ ഇങ്ങനെയുള്ള മതസ്ഥനൊക്കെ ആക്കുന്നതിൽ ആർക്കാ പങ്കുള്ളത്? രക്ഷിതാക്കൾക്കാണ് പങ്കുള്ളത്. മക്കൾ ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലായിട്ടായിരിക്കും. മക്കളിൽ എന്തുണ്ടാവണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു വിവേചന അധികാരം ആർക്കുണ്ട്? രക്ഷിതാക്കള് മക്കൾക്ക് മാതൃകയായി മാറുക എന്ന് പറയാം. കളവ് പറയരുത് എന്ന് നിങ്ങൾ എത്ര ചൊല്ലി പഠിപ്പിച്ചിട്ടും കാര്യമില്ല. വാപ്പ കളവ് പറയുന്നവനാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യും? കളവ് പറയും. വാപ്പ രഹസ്യമായി തെറ്റുകളും തിന്മകളും മക്കളുടെ മുന്നിൽ വെച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മക്കളും രഹസ്യമായി എന്ത് ചെയ്യും? ബാപ്പ വീട്ടിലേക്ക് ഹലാലല്ലാത്ത ഭക്ഷണം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഹറാം സമ്പാദിക്കുന്ന പ്രകൃതി ആർക്കുണ്ടാവും? മകനുണ്ടാവും. വാപ്പ ലഹരിക്ക് അഡിക്റ്റ് ആണെങ്കിൽ മകനും എന്തുണ്ടാവും? അതുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇത് ഏതൊക്കെയാണോ പിതാവിന്റെ വൈകല്യങ്ങൾ, ആ പിതാവിന്റെ വൈകല്യങ്ങളിൽ ഒരംശം മകന്റെ ജീവിതത്തിലും ഉണ്ടാവും. അതാണ് സിർറു വാലിദ് എന്ന് പറയുന്നത്. അതില്ലാതിരിക്കാൻ
നമ്മുടെ ജീവിതം നന്മയുടെ ഏറ്റവും പ്രദർശനമുള്ള ഒരു ജീവിതമായി മക്കൾക്ക് അനുഭവമാവുക എന്ന് പറയുന്നത് തർബിയത്തുൽ ഔലാദിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. മൂന്നാമത്തെ ഭാഗം തർബിയത്ത് തന്നെ. മക്കൾക്ക് തർബിയത്ത് നൽകേണ്ട ഒന്നാമത്തെ ഉത്തരവാദിത്തം ആർക്കാണ്? രക്ഷിതാക്കൾക്കാണ്. രക്ഷിതാക്കളെ ഖു അൻഫുസക്കും വഅഹ്ലീക്കും നാറ എന്ന ആയത്തിന് അലി റളിയല്ലാഹു അൻഹു പറയുന്നത് അല്ലിമൂഹും വഅദ്ദിബൂഹും, നിങ്ങൾ അവരെന്ത് ചെയ്യണം? പഠിപ്പിക്കണം, അവർക്ക് വിജ്ഞാനം നൽകണം, സംസ്കാരവും നൽകണം. വിവരം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, സംസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്, അദബ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് ചിലപ്പോ ആലിമീങ്ങൾ ഉണ്ടാവും, പക്ഷെ അദബ് കുറവായിരിക്കും. അദബുണ്ടാവുക എന്ന് പറയുന്നത് ഇൽമിന്റെ ഒരു തിളക്കമാണ്, പ്രകാശമാണ്. അതുകൊണ്ട് വിജ്ഞാനത്തിന്റെ കൂടെ സംസ്കാരവും നമ്മൾ പഠിപ്പിക്കുക. അങ്ങനെ നിങ്ങളെ മക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നതാണ് ഖു അൻഫുസക്കും വഅഹ്ലീക്കും നാറ എന്നതിന് വിശദീകരണമായി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അല്ലിമൂഹും വഅദ്ദിബൂഹും, അവർക്ക് ആവശ്യമായ വിവരവും വിജ്ഞാനവും നൽകുക. ആ വിജ്ഞാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനം ദീനിയായ വിജ്ഞാനങ്ങളാണ്. ദീനിയായ വിജ്ഞാനങ്ങൾ അന്നം നൽകുന്നത് പോലെ വാപ്പാക്ക് നിർബന്ധമാണ്. ഖുർആൻ മക്കളെ പഠിപ്പിക്കൽ, ഹദീസ് മക്കളെ പഠിപ്പിക്കൽ, ഫിഖ്ഹ് മക്കളെ പഠിപ്പിക്കൽ, ദീൻ പഠിപ്പിക്കൽ വാപ്പ ചോറ് കൊടുക്കുന്നത് പോലെ നിർബന്ധമാണ്. ഉത്തരവാദിത്തം ഫർളാണ്. അതിനൊരിക്കലും ഒരു വാപ്പയും രക്ഷപ്പെടുക. ദീന് പഠിപ്പിക്കാത്ത വാപ്പങ്ങൾ എന്ത് മക്കൾക്ക് കൊടുത്താലും ശരി, പടച്ച തമ്പുരാൻ അത് ചോദിക്കും. അങ്ങനെ അന്നം കൊടുക്കാതെ പട്ടിണിക്ക് നിങ്ങളെ മക്കനെട്ടാൻ ചെയ്യും, പടച്ച ചോദിക്കും. അത്ര ബാധ്യതയുള്ള കാര്യമാണ് ദീൻ പഠിപ്പിക്കാൻ. അപ്പൊ തർബിയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദീനിയായ വിവരം മക്കൾക്ക് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നു. മക്കൾക്ക് പകർന്നു കൊടുത്തു, മക്കള് ദീനനുസരിച്ച് അത് പിന്നെ മക്കളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷെ രക്ഷിതാവിന്റെ ഉത്തരവാദിത്തം അവർക്ക് മതവിജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കുക, അവർക്ക് ദുന്യാവിലെ ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളും ഭൗതിക വിജ്ഞാനങ്ങളും പകർന്നു കൊടുക്കുക. അങ്ങനെ അവർക്ക് സമ്പൂർണമായ തർബിയത്ത് നൽകുക. വസായിലുൽ ഖൈറെല്ലാം മക്കൾക്ക് പഠിപ്പിക്കാൻ, നന്മയുടെ എന്തൊക്കെ വഴികളുണ്ടോ ആ വഴികളെല്ലാം എന്ത് ചെയ്യണം? മക്കൾക്ക് രക്ഷിതാവ് തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. എങ്ങനെ ഒരാൾ വീട്ടിൽ വന്നാൽ പെരുമാറണം, എങ്ങനെയാണ് മുതിർന്നവരോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ആളുകളോട് സംസാരിക്കേണ്ടത്, അതേപോലെ എങ്ങനെയാണ് ബന്ധം ചേർക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ബന്ധം ചേർക്കും. അതുകൊണ്ടുള്ള ബന്ധു വീട്ടിലേക്ക് പോകുമ്പോൾ മക്കളെയും കൊണ്ടുപോകണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? ബന്ധം ചേർക്കേണ്ട രീതി ആര് പഠിക്കണം? മക്കൾ പഠിക്കണം. അപ്പൊ എല്ലാ നന്മകളെയും വസായിലുൽ ഖൈർ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് മക്കളുടെ ഏറ്റവും രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. ഇപ്പൊ നമുക്ക് ധാരാളം അറിയാം, ഇപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ ധാരാളമുണ്ട്. ഈ ധാരാളം ഇതില് ഹൈറുണ്ട് ഷെറുണ്ട്, എല്ലാ കാര്യത്തിലും ഉണ്ടാവും ഹൈറും ഷെറും. ഇപ്പൊ ഇതിലെ ഹൈറ് നന്മ ഉപയോഗിക്കാനും ആ നന്മ സ്വായത്തമാക്കാനും മക്കളെ പഠിപ്പിക്കണം. ദൗർഭാഗ്യവശാൽ നല്ലൊരു ഭാഗവും തിന്മ സ്വായത്തമാക്കാനും അത് ശീലമാക്കാനുമാണ് ആളുകൾ ഈ വഴിയിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വസായിൽ ഖൈർ പഠിപ്പിച്ചു കൊടുക്കൽ രക്ഷിതാവിന്റെ ബാധ്യതയാണ്. നന്മയുടെ എല്ലാ വഴികളിലേക്കുമുള്ള താക്കോല് നൽകേണ്ടത് രക്ഷിതാവ് തന്നെയാണ്. അപ്പൊ രക്ഷിതാവിന് എന്ത് വേണം? തലബുൽ ഇൽമി ഫരീള അലാ കുല്ലി മുസ്ലിമീൻ. ബാപ്പാക്ക് ഖുർആൻ അറിയണം, അതുപോലെ ബാപ്പാക്ക് ഇസ്ലാം അറിയണം, ബാപ്പാക്കും ദീനിനെ കുറിച്ച് സാമാന്യ ധാരണ വേണം. അത് ഏത് പ്രായത്തിലായാലും പഠിക്കൽ എല്ലാവർക്കും നിർബന്ധമാണ്, ഫർളാണ്. അത് ഞാൻ കഴിഞ്ഞ ഖുതുബകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം പോലെ നിർബന്ധമാണ് ദീന് പഠിക്കുക. നിസ്കരിക്കില്ല, ദുഹർ നിസ്കരിക്കണം നിർബന്ധമായതുപോലെ നിർബന്ധമാണ് ദീന് പഠിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടായാലേ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ദീനിന്റെ സ്വഭാവം എന്താണ് എന്ന് പഠിപ്പിച്ചു. നാലാമത്തെ കാര്യം, രക്ഷിതാക്കൾ സാലിഹീങ്ങളായ മക്കൾ ഉണ്ടാവണമെങ്കിൽ മൻഉൽ ഫസാദി വൽ മുൻകർ, തിന്മ തടയണം. കുട്ടികളിൽ ദുസ്വഭാവമുണ്ടെങ്കിൽ അത് തടയേണ്ട ബാധ്യത ആർക്കാണ്? ഒന്നാമത് രക്ഷിതാവ്. ഇപ്പൊ സ്കൂളിലൊക്കെ മാഷന്മാര് പിടിച്ചിട്ട് പറയും, മോന്റെ അടുത്ത് കുറച്ച് തരികടുണ്ട് എന്ന് പറഞ്ഞാൽ ബാപ്പ എന്താ പറയാ, എന്റെ മോന്റെ അടുത്ത് ഉണ്ടാവില്ല എന്നാ പറയാ. ഇല്ല, അങ്ങനെ പറയണ രക്ഷിതാവ് ഉണ്ടെങ്കിൽ ചൂട്ടിച്ചോ, മക്കളെടുത്തത് ഉണ്ടാവും. ഉണ്ടോ ഇല്ലയെന്ന് നോക്കാതെ പറയാൻ പാടില്ല. അപ്പൊ മൻഉൽ ഫസാദി വൽ മുൻകർ, കുറെ സ്കൂൾ അധ്യാപകർ പറയാറുണ്ട്, രക്ഷിതാക്കളോടൊക്കെ 2-3 തവണ പറഞ്ഞിട്ടുണ്ട്, ഇന്ന കാര്യമൊക്കെ മക്കളത് പിടികൂടിയിട്ടുണ്ട്, ലഹരി ഉണ്ട്, മറ്റേ MDM ഉണ്ട് എന്നൊക്കെ രക്ഷിതാക്കൾ അറിയിക്കുമ്പോ രക്ഷിതാക്കൾ എന്റെ മോൻ അത് ചെയ്യൂല എന്നാ പറയാം. എന്റെ മോൻ ചെയ്യൂല എന്നാ പറയാ. ആരെ മോനത് ചെയ്യും? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൻഉൽ ഫസാദി വൽ മുൻകർ,
കുട്ടികളിൽ ദുശ്ശീലമുണ്ടായാൽ അത് പ്രതിരോധിക്കുകയും തടയുകയും ചെയ്യേണ്ട ഒന്നാമത്തെ ബാധ്യത ആർക്കാണ്? രക്ഷിതാക്കൾക്കാണ്. ആർക്കു തെറ്റ് സംഭവിക്കാം. ആ തെറ്റ് സംഭവിക്കുന്ന സന്ദർഭത്തിൽ അത് തിരുത്തുക എന്ന് പറയുന്നത് മാതാവിന്റെയും പിതാവിന്റെയും വലിയ ഫവാഹിഷുകൾ, അശ്ലീലതകൾ, അതുപോലെ മുൻകർ തിന്മകള്, ഫസാദ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ മക്കളുടെ പെരുമാറ്റത്തിൽ, സംസാരത്തിൽ, ഇടപാടുകളിൽ രക്ഷിതാവിന്റെ ശ്രദ്ധയിൽപ്പെട്ട നാളെയാവട്ടെ എന്ന് കരുതി വെക്കാൻ പാടില്ല, ഉടനെ തിരുത്തണം. അത് ഗ്രഹനാഥന്റെ ബാധ്യതയാണ്. ഒരു വീട്ടിൽ, നമുക്ക് ഉത്തരവാദിത്തമുള്ള വീട്ടിൽ തിന്മ തടയാതിരിക്കാൻ ഒരിക്കലും പാടില്ല. ചില രക്ഷിതാക്കൾ മക്കളോട് ഇത് പറയാൻ മടിയുള്ള ആളുകളുണ്ടോ? മടിച്ചിങ്ങനെ നിൽക്കും, തിന്മ ഇങ്ങനെ വളരും, വലുതാവും, സംസാരിക്കൂല. വേണ്ട മോനെ എന്ന് പറയേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ ഒന്നാമത്തെ ദിവസം. പക്ഷെ അത് വലുതായി പോവും. വലുതായി പോയാൽ വാപ്പാക്ക് വെട്ടാൻ കഴിയാത്ത മരങ്ങളായി മാറും. പിന്നീട് എന്ത് ചെയ്യും? ആ തിന്മ നിങ്ങളുടെ വീട്ടിലും വീടിന്റെ അംഗങ്ങളിലും സ്വാധീനം ചെലുത്തുകയും ആധിപത്യം ചെലുത്തുകയും ചെയ്യും. അപ്പൊ തിന്മക്ക് ആധിപത്യം ഉണ്ടാവാൻ, തിന്മ തുടക്കത്തിൽ തടയാൻ, അതിനെ പ്രതിരോധിക്കാൻ രക്ഷിതാക്കൾ തയ്യാറാവാത്തത് കൊണ്ടാണ് ആ തിന്മ വളർന്ന് നിങ്ങളെ കുടുംബത്തിലുണ്ടാവുന്ന എല്ലാ ദുസ്വാധീനങ്ങളുടെയും പ്രതിഫലനം നിങ്ങളുടെ കർമ്മങ്ങളിലേക്ക് വരും. കാരണം അത് പ്രതിരോധിക്കണം. ഒരു തിന്മ കണ്ടാൽ നിങ്ങൾ അത് കൈകൊണ്ട് തടയുക, ഇല്ലെങ്കിൽ നാവുകൊണ്ട് തടയുക എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കും ബാധ്യത അവനാന്റെ വീട്ടിലാണ്. രണ്ടാമതേ നാട്ടിലുള്ളൂ. എന്റെ വീട്ടിലാണ് എനിക്ക് ആദ്യത്തെ ബാധ്യത. തിന്മ തടയേണ്ട ബാധ്യത എവിടെയാണ്? എന്റെ വീട്ടിലാണ്. പിന്നെയാണ് നാട്ടിലുള്ളൂ, പിന്നെയാണ് പൊതുപ്രവർത്തനത്തിലുള്ളൂ, പിന്നെയാണ് രാജ്യത്തുള്ളൂ. ആദ്യം തടയേണ്ടത് എന്റെ അധികാര മേഖല, എന്റെ വീട് തന്നെയാണ്. ആ വീട്ടിൽ തടയാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ തിന്മ വളരും, ആധിപത്യം നേടും. തിന്മ ആധിപത്യമുണ്ടായാൽ അത് മക്കളിലൂടെ, ഭാര്യമാരിലൂടെ, സന്താനങ്ങളെ പല രീതിയിൽ ആധിപത്യം നേടും. ആ തിന്മ കുറച്ചു കഴിഞ്ഞാൽ ആ വീട്ടിന്റെ സംസ്കാരവും പ്രകൃതവുമായി ആ തിന്മ, ആ ദുസ്വഭാവം മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ചിലപ്പോൾ എടുത്തു ചാടുന്ന പ്രകൃതം എന്ന് പറഞ്ഞ ഒരു പാരമ്പര്യമൊന്നും ആയിരിക്കും. ഏതെങ്കിലും ഒരു വല്യാപ്പ അങ്ങനെ ചെയ്തതാണ്. എന്റെ വല്യാപ്പാന്റെ സ്വഭാവം അങ്ങനെയാണ്. അന്ന് ആ വല്യാപ്പാനോട് അത് വേണ്ടാന്ന് പറയാൻ ആളില്ല, വാപ്പാക്ക് ധൈര്യം ഉണ്ടായില്ല. അതുകൊണ്ട് അതെന്ത് ചെയ്തു? ആ കുടുംബത്തിന് ചീത്തപ്പേരായി. ചില തിന്മകളുടെ പേരിൽ കുടുംബങ്ങൾ അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? തിന്മ മൻഉൽ ഫസാദി വൽ മുൻകർ. ഇത് തുടക്കത്തിൽ തടയാന്ന് പറയുന്നത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ ഭാരിച്ച ഉത്തരവാദിത്തം. മക്കളുണ്ടായി എന്ന് എഴുതി ഒരാൾ രക്ഷിതാവൂല, പ്രത്യേകം മനസ്സിലാക്കണം. കുട്ടികളുണ്ടെങ്കിൽ 8 മക്കളുണ്ട്, 10 മക്കളുണ്ട്, നിങ്ങൾ വാപ്പയിക്കോളി, പക്ഷെ രക്ഷിതാവൂല. രക്ഷിതാവണമെങ്കിൽ ചില റിസ്ക് ഉണ്ടാവും. ആ റിസ്ക് ഏറ്റെടുക്കാൻ, ആ മസ്ഊലിയത്ത് ഏറ്റെടുക്കണം. ആ മസ്ഊലിയത്ത് ഏറ്റെടുത്തില്ലേ പഠിത്തം ചോദിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ മൻഉൽ ഫസാദി വൽ മുൻകർ. 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മജാലസത്തു സാലിഹൈൻ. കുട്ടികളുടെ കൂട്ടുകാരെ കുറിച്ച് രക്ഷിതാവിന് അറിയണം. സാലിഹീങ്ങളിൽ, അതുകൊണ്ടാണല്ലോ പ്രവാചകന്മാർ കൂനു മഅ സാലിഹീൻ, അവരെ സാലിഹീങ്ങളിൽപ്പെട്ടവരാക്കണം. സാലിഹീങ്ങളിൽപ്പെട്ടവരാക്കണം. അർ റജുൽ വലാ ദീനി ഖലീലിഹി. ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ ദീനിലാണ്. ചങ്ങാതിമാര് നന്നാവാതിരുന്നാൽ അബദ്ധങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും, ആപത്തുകൾ ഉണ്ടാവും. അപ്പൊ ചങ്ങാതിമാരാരാണെന്ന് വാപ്പാക്ക് അറിയണം. മോന്റെ ചങ്ങാതി ആരാണെന്ന് വാപ്പാക്ക് അറിയണം. മോൻ അറിഞ്ഞാ പോരാ. മോന്റെ സുഹൃത്ത് ആരാണ് എന്ന് രക്ഷിതാവിന് അറിയണം. മുജാലസത്തു സാലിഹീൻ ഏറ്റവും പ്രധാനപ്പെട്ട നല്ലവരുമായി കൂട്ടുകൂടുക എന്നും ആ കൂട്ടുകെട്ടിനെ പ്രോത്സാഹിപ്പിക്കുക എന്നതുമാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടത്. ഒരാളുടെ കൂടെ കൂടിയാൽ മോശപ്പെടുമെന്ന് തോന്നിയാൽ അവന്റെ കൂടെ കൂടാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പറയേണ്ട ബാധ്യത ആർക്കുണ്ട്? രക്ഷിതാക്കൾക്കുണ്ട്. ഇല്ലെങ്കിൽ അതിന്റെ എല്ലാ ഭവിഷ്യത്തുകളും നമ്മൾ അനുഭവിക്കേണ്ടി വരും, പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ നല്ല ദീനിന്, ഈമാനിന്, ഒരു വിശ്വാസിയുടെ അടിസ്ഥാനപരമായ ഒരു കാര്യത്തിനും തന്റെ സൗഹൃദ വലയങ്ങൾ, സുഹൃത്തുക്കൾ കോട്ടം തട്ടിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത അയാൾക്കുമാണ്, അയാളുടെ കുടുംബത്തിനുമാണ്. ഇപ്പൊ മുജാലസത്ത് ഒന്ന് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആരെയാണ്? സാലിഹ്യങ്ങളുമായുള്ള സഹവാസം. 2ാമത്തെ, സാലിഹ്യങ്ങളല്ലാത്ത ആളുകളുമായി സഹവാസം തടയണം. രക്ഷിതാക്കൾക്ക് സുഹൃത്തുക്കളെ, എന്റെ മോന്റെ ചങ്ങായി ആരാണെന്ന് അറിയണം. ഓന്റെ കൂടെ കൂടിയ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് അതിലാറ് തകരാറുണ്ട്, അത് നമ്മൾ പരിഹരിക്കണം. അപ്പൊ അതുകൊണ്ട് മക്കളുടെ സുഹൃത്തുക്കളെ കുറിച്ച് ആർക്കറിയണം? രക്ഷിതാക്കൾക്ക് വിവരമുണ്ടാവണം. എല്ലാ മനുഷ്യനും അവന്റെ സുഹൃത്തിന്റെ ദീനിലായിരിക്കും. ദീനി ഖലീലിഹി, അവന്റെ സുഹൃത്ത് അവനെ സ്വാധീനം ചെലുത്തും, അവന്റെ വിശ്വാസത്തിൽ, നിലപാടുകളിൽ,
ഒക്കെ ഉണ്ടാവും. അപ്പൊ ഏറ്റവും നല്ല ആളുകള് പഠിക്കുന്ന സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഖുർആനും ഹദീസും ഫിഖ്ഹും ഒക്കെ സ്വായത്തമാക്കിയ മനുഷ്യർ, ഇവരുമായി സഹവസിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ സഹാബികൾ മക്കളൊക്കെ നബിന്റെ അടുത്ത് പറഞ്ഞേക്കണം. എന്തിനാണ്? മുജാലസത്തു സ്വാലിഹീൻ. അതിനുശേഷം സഹാബികൾ, താബികൾ സഹാബികളുടെ കൂടെ സഹവസിച്ചത് എന്തിനാണ്? മുജാലസത്തു സ്വാലിഹീൻ. നമ്മൾ എന്ത് പഠിക്കുന്നു എന്നതിന് എത്രത്തോളം പ്രധാനമാണ്, നമ്മൾ ആരിൽ നിന്നാണ് ഇത് പഠിക്കുന്നത് എന്നതും പ്രധാനമാണ്. ആരിൽ നിന്നാണ് പഠിക്കുന്നത് പ്രധാനമാണ്. ദീനിൽ അങ്ങനെ ഉണ്ട്. അതുകൊണ്ടുള്ള സനത് വളരെ പ്രധാനമായത്. പറയണ കാര്യം മാത്രമല്ല, പറയണ ആളെ അത് നോക്കും, ദീന് നോക്കും. അയാൾ തെറ്റാണെങ്കിൽ പറഞ്ഞ കാര്യം നല്ലതായാലും സ്വീകരിക്കൂല. അതുകൊണ്ട് മുജാലസത്തു സ്വാലിഹീൻ എന്ന് പറയുന്നത് രക്ഷിതാക്കൾ മക്കൾക്ക് നൽകേണ്ട, അവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. അതെല്ലാത്തെയും അവരെ പിന്തിരിപ്പിക്കേണ്ടതാണ്. മസ്ഊലിയത്ത് ഉണ്ടാവും. മക്കളുടെ ഉത്തരവാദിത്തം പിതാവിന് തന്നെയാണ്. പിതാവിന് സ്വാധീനമില്ലാത്ത വീടുണ്ട്. അത് അന്ത്യനാളിന്റെ അടയാളായിട്ട് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. വീട്ടിലൊക്കെ ഉണ്ടാവും, വാപ്പ ഉണ്ടാവും, പക്ഷെ വാപ്പ ഇങ്ങനെ ചാരി വെച്ച തടികളെ പോലെ ആയിരിക്കും. കാര്യങ്ങളൊക്കെ ഉമ്മയോ അല്ലെങ്കിൽ മക്കളോ പെൺകുട്ടികളോ അല്ലെങ്കിൽ മരുമക്കളൊക്കെ നിയന്ത്രിക്കുന്ന കാലം വരും. അങ്ങനെ വന്നാൽ അന്ത്യനാളിന്റെ അടയാളാണ്. ആ പേരിൽ വാപ്പാക്കൊരു സ്വാധീനമുണ്ട്. അങ്ങനെ നമ്മൾ പറയാമല്ലോ, വാപ്പാക്ക് സ്വാധീനം ഇല്ലെങ്കിൽ ആ വീട്ടില് ഹൈറിന് കുറവുണ്ടാവും, നന്മക്ക് കുറവുണ്ട്. വാപ്പാക്ക് സ്വാധീനം ഇല്ലാത്ത വീട്. കാരണം പിതാവിനാണ് മസ്ഊലിയത്ത് കൊടുത്തില്ല. ആ മസ്ഊലിയത്ത് നിർവഹിക്കാനുള്ള കപ്പാസിറ്റി ആ പിതാവിന് ആ വീട്ടിലില്ലെങ്കിൽ ആ വീട്ടിൽ നന്മക്കും കുറവുണ്ടാവും, ഹൈറിന് കുറവുണ്ടാവും. അതുകൊണ്ട് പിതാവ് നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം മസ്ഊലിയത്ത് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഉത്തരവാദിത്തമുണ്ട്. കാരണം ആ മസ്ഊലിയത്ത് നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിൽ ആരോട് ചോദിക്കും? നമ്മോട് ചോദിക്കും. ആ മസ്ഊലിയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ എല്ലാവരും അവരവരുടെ മസ്ഊലിയത്തിനെ കുറിച്ച് നാളെ ചോദിക്കും. അത് വീഴ്ച വരുത്തിയോ പരിപാലിച്ചോ എന്ന് ചോദിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, മഹാന്മാരുടെ ചരിത്രം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത മദ്രസക്കല്ല, രക്ഷിതാക്കൾക്ക്. മദ്രസങ്ങളെ സപ്പോർട്ട് ചെയ്യും. മദ്രസയെ പറഞ്ഞാൽ എന്റെ ഉത്തരവാദിത്തം തീർന്നു എന്നല്ല, രക്ഷിതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. താരീഖ് പഠിപ്പിച്ചു കൊടുക്കുക. താരീഖ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ എന്തിനാണ്, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയോളം ശ്രേഷ്ഠനായ മനുഷ്യൻ ഭൂമിയിലില്ല. മുഹമ്മദുൻ ഖൈറുമൻ യംശി അലാ ഖദമി മുഹമ്മദുൻ ദിക്റുഹു റുഹുൽ അൻഫുസിന. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷെ നബിക്ക് പഠിപ്പിച്ചെടുത്ത എല്ലാവരും നബിക്ക് താഴെ ദറജയുള്ള ആളുകളാണ്. പിന്നുള്ള എല്ലാ പ്രവാചകന്മാരും നബിന്റെ താഴെയാണ്. പിന്നെന്തിനാ അത് പറഞ്ഞെടുക്കണ്ടേ? അവരുടെ ചരിത്രം നിന്റെ മനസ്സിന് ഇസ്ബാത്ത് നൽകും, ഉറപ്പ് നൽകും. ഒരു കാര്യം പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ അടിയുറച്ച് നിൽക്കണമെങ്കിൽ ഈ പ്രതിസന്ധി അഭിമുഖീകരിച്ച സാലിഹീങ്ങളായ വേറെ ആരെങ്കിലും ചരിത്രത്തിലുണ്ടോ? അവരെന്താണ് ചെയ്തത് എന്ന് അന്വേഷിക്കുക. ഇപ്പൊ മഹാന്മാരുടെ ചരിത്രം ബാപ്പാരുമാരൊക്കെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. മഹാന്മാരുടെ ചരിത്രത്തിന് പകരം വീരേതിഹാസ കഥകളും അതിശയോക്തികളും യന്ത്രവൽകൃത ഗെയിമുകളും ഒക്കെ പഠിപ്പിച്ചു കൊടുത്താൽ ആ വയലൻസുകളെ കുട്ടികളുണ്ടാവും, ഒരു നന്മയുണ്ടാവില്ല. ഭക്ഷണം കഴിക്കാൻ ശീലാക്കിയതായിരിക്കും, പക്ഷെ പിന്നെ നിർത്താൻ കഴിയില്ല. ഗെയിം കളിക്ക് ഭക്ഷണങ്ങളെ കുട്ടി ഒരു നേരം പട്ടിണി കിടന്നാലും 10-15 കൊല്ലം ഇതിന്റെ വയലൻസ് പേര് ജീവിക്കണേക്കാൾ നല്ലത് ഒരു നേരം ഭക്ഷണം കഴിക്കാതിരിക്കലിനെ. ഒരു കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് ഇത്ര നല്ല കഥകൾ പഠിപ്പിച്ചു കൊടുക്കുക, ചരിത്രം പഠിപ്പിച്ചു കൊടുക്കുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബിയുടെ അത്ര ദറജയില്ലാത്ത ചരിത്രത്തിൽ ആളുകളുടെ കഥ എന്തിനാ പറഞ്ഞുകൊടുത്ത്? ഖുർആൻ തന്നെ പറയാൻ മാനുസബ്ബിതു ബിഹി ഫുആദക. ഇസ്ബാത്തിന് സ്ഥൈര്യം ഉണ്ടാവാൻ. ലോകത്ത് സച്ചരിതരായ മനുഷ്യരുണ്ട്. അബൂ ഉബൈദ മർഹൂം രക്തസാക്ഷിയാണ്. അബൂ ഉബൈദ എന്ന അദ്ദേഹത്തിന്റെ പേരല്ല, ഹുദൈബ് സാമിർ അൽ കഹ്ലൂത്ത് അബു ഇബ്രാഹിം. അദ്ദേഹം മുഖമൂടി ധരിച്ച് ലോകത്തെ ഏറ്റവും വലിയ ചാരശൃംഖലയുള്ള ഒരു രാജ്യത്തെ വെട്ടിച്ചിട്ട് സാധാരണ മനുഷ്യരെ പോലെ പച്ചക്കറി കടയിലൊക്കെ പോയി ജീവിച്ചു. അവസാനം കൂട്ടത്തിലുള്ള ആൾ ഒറ്റിക്കൊടുത്തപ്പോഴാണ് പിടിച്ചത്, അല്ലാതെ മൊസാദ് പിടിച്ചതൊന്നുമല്ല. കൂട്ടത്തിലുള്ള ആൾ ഒറ്റിക്കൊടുത്താണ്, സാധാരണക്കാരനായി ജീവിച്ചു. ആ മനുഷ്യൻ നല്ല ഒരു അധ്യാപകനാണ്, ഹാഫിളാണ്. അതേപോലെ തന്നെ തലേ ദിവസം ഞാൻ നബി തിരുമേനിയെ സ്വപ്നം കണ്ടു, ഞാൻ രക്തസാക്ഷിയാവുമെന്ന് എന്നോട് പറഞ്ഞു എന്ന് എഴുതി വെച്ച മനുഷ്യനാണ്. എഴുതി വെച്ച ആളാണ്.
അങ്ങനെയുണ്ട്. ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസാലി ചെരിഞ്ഞിങ്ങനെ കടന്നിട്ട് എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? വിളിക്കേണ്ട ആവശ്യം വന്നില്ല. ആ മരണത്തിന്റെ പൊസിഷനിലേക്ക് അയാൾ പ്രവേശിച്ചു. ചില ആളുകൾ ഒറ്റ ആളായി മരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് അപ്പൊ ആ സഹാബികൾ ചോദിച്ചു, എല്ലാവരും ഒറ്റ ആളായിട്ട് തന്നെയല്ലേ മരിക്കുക? അല്ല, ആ പല ആഗ്രഹവും അഭിലാഷവും ബന്ധങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഇടയിൽ ചിതറിത്തെറിക്കും ആളുകൾ. അങ്ങനെയാണ്, ഒറ്റ ആളായിട്ട് മരിക്കില്ല. അപ്പൊ അങ്ങനെ കുടുംബത്തിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് ഒരു മകൻ ഒഴികെ എല്ലാവരും രക്തസാക്ഷികളായി. അബൂ ഉബൈദ, അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഓതുന്നത് നിങ്ങൾ കേട്ട്, എല്ലാ ദിവസവും വൈകുന്നേരം വരും, മുഖംമൂടി ധരിച്ചിട്ടാണ് വരിക, പ്രസംഗിക്കും, വിശുദ്ധ ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യും. പടിഞ്ഞാറിൽ ഗസയെ കുറിച്ച് പഠിച്ച പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അവർ പറയാൻ മുസ്ലിം ലോകത്തിന് അമീറുമാരുണ്ടെങ്കിൽ അത് ഗസയിൽ മാത്രമേ ഉള്ളൂ. ലോകത്ത് ബാക്കിയുള്ളതൊക്കെ പേരിലാണ്, മലിക്കും അമീറും അതേപോലെ തന്നെ മറ്റു സിൽബന്തികളൊക്കെ പേര് വേറെയുള്ള. അവർ കൊട്ടാരങ്ങളിൽ ജീവിച്ചു, പക്ഷെ മണ്ണിൽ ജീവിച്ച മനുഷ്യർ, പട്ടിണി കിടന്നവർ ലോക മുസ്ലിങ്ങളുടെ ഭരണാധികാരികളായി. അബൂ ഉബൈദയെ പോൽ. അപ്പൊ ഇങ്ങനെ നമ്മൾ ജീവിക്കുന്ന കാലത്ത് അനസ് ജമാൽ ഷരീഫിനെ പോലെയുള്ള ആളുകൾ, മുഹമ്മദ് ജഫറാവിയെ പോലെയുള്ള ആളുകൾ പത്രപ്രവർത്തകരാണ്, ഹാഫിളാണ്, ധാരാളം കുട്ടികൾക്ക് ഹിഫ്ള് പഠിപ്പിച്ചു കൊടുത്ത ആളാണ്, രക്തസാക്ഷിത്വം ആഗ്രഹിച്ച ആളുകൾ, ഹാഫിൾ വസീമിനെ പോലെയുള്ള ആളുകൾ, മർഹൂം ഇസ്മായിൽ ഹനിയെ പോലെയുള്ള, ഖലീൽ അബു ഹയ്യയെ പോലെയുള്ള ആളുകൾ. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. ഗസ്സയിൽ നിന്ന് സ്വർഗത്തിലേക്കല്ലാതെ ഒരടി ഞാൻ പുറകോട്ട് പോവില്ല എന്ന് പറഞ്ഞ പത്രപ്രവർത്തകനാണ് അനസ് ജമാൽ ഷരീഫ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാലത്തും ഈ കുട്ടികൾക്ക് പ്രചോദനമേകുന്ന, നമ്മുടെ കുടുംബത്തിന് പ്രചോദനമാകുന്ന, ഗുണപാഠമാകുന്ന കഥകൾ ജീവിതത്തിൽ സ്വായത്തമാക്കി അനേകം മനുഷ്യർ ജീവിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അവരെ പഠിപ്പിച്ച് ഏത് പ്രതിസന്ധിയിലും തല ഉയർത്തി ആത്മാഭിമാനത്തോടുകൂടി നിലനിൽക്കാൻ കഴിയുന്ന വിശ്വാസദാർഢ്യം, അതാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ ഗുണപാഠം. പ്രവാചകന്മാരുടെ എല്ലാ കഥകളും പറഞ്ഞിട്ടല്ല പറയുന്നതാണ്, ഇത് ഇബറത്താണ്, നിങ്ങൾക്ക് ഗുണപാഠമാണ് എന്ന് പഠിപ്പിക്കുന്ന എന്താണ്? ഈ നിശ്ചയദാർഢ്യം നിങ്ങൾ സ്വീകരിക്കൂ എന്നതാണ്. അയ്യൂബ് അലൈഹി ഇസ്ലാമിന്റെ, യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ, മൂസ കലീമുല്ലാഹി അലൈഹി ഇസ്ലാം, ഇവരുടെയൊക്കെ നിശ്ചയദാർഢ്യം അമ്പരപ്പിക്കുന്ന നിശ്ചയദാർഢ്യമാണ്. അതുകൊണ്ട് ഈ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കൽ നമുക്ക്. അത് എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പ്രതീക്ഷയോടെ നിരാശയില്ലാതെ മക്കളെ വളർത്തണം. ഒരട്ടം പറഞ്ഞിട്ട് മകൻ കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ നിരാശപ്പെടാൻ പാടില്ല. 950 കൊല്ലം സ്വന്തം മകനെ വിളിച്ചുവാര് ഹദ്റത്ത് നൂഹ് അലൈഹിസ്സലാം. എല്ലാ സമയത്തും മോനെ ഉപദേശിച്ചു, ഗുണദോഷിച്ചു. അവസാന കപ്പലുണ്ടാക്കി വെള്ളം ഇങ്ങനെ ഉറവ് പൊട്ടി വരുമ്പോ, യാ ബുനയ്യ ഇർകം മാന, പൊന്നു മോനെ കയറിക്കോ, രക്ഷപ്പെട്ടോ. അപ്പൊ മോൻ പറഞ്ഞു, ഞാൻ പർവ്വതത്തിന്റെ മുകളിൽ കയറിക്കോളാം, അവിടൊക്കൊന്നും ഏതായാലും വെള്ളത്തൂല. അപ്പൊ നൂഹ് നബി അപ്പോഴും പറയാൻ, മോനെ ഈ വിചാരിക്കുന്നത് പോലുള്ള വെള്ളമല്ലത്, അവിടുന്ന് തന്നെ വരന്നെ, അവിടുന്നാണ്, രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞു മോൻ അവസാനം വരെ, എത്രയോ 9 നൂറ്റാണ്ടൊരു പിതാവ് ക്ഷമയോടുകൂടി ഒരു മകനെ ഉപദേശിക്കാൻ, മകൻ നന്നായാലോ എന്ന പ്രതീക്ഷയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ തിന്മ ചെയ്യുന്ന ആളോടും ഒരു വിശ്വാസി സമീപിക്കേണ്ടത് വഖൂല ലഹു ഖൗലൻ ലയ്യിന, സൗമ്യതയോടുകൂടിയാണ് സംസാരിക്കേണ്ടത്. ആ മക്കളായാലും അങ്ങനെ. ഹിക്മത്ത് എല്ലാവർക്കും വേണം. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. ദഅവത്ത് എല്ലാവർക്കും ദഅവത്ത് ചെയ്യണം. ആ ദഅവത്ത് മക്കളെ നമ്മൾ ക്ഷണിക്കുമ്പോഴും മക്കളോട് ഹിക്മത്ത് പുലർത്തണം, ഗുണകാംക്ഷ പുലർത്തണം, ക്ഷമയുണ്ടാവണം. ആ ക്ഷമയോടുകൂടിയുള്ള ഉപദേശം ഉണ്ടാവണം. അവസാനമായി മക്കളോട് നിങ്ങൾ എപ്പോഴും ഉപദേശിക്കേണ്ട ഒരു കാര്യം, അള്ളാഹു ഖുർആനിൽ തന്നെ പറഞ്ഞത് നമസ്കാരമാണ്. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന വക്കാന യഅ്മുറു അഹ്ലഹു ബിസ്സലാ, അദ്ദേഹം തന്റെ കുടുംബത്തോട് നമസ്കാരം കൽപ്പിക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 7 വയസ്സായാൽ കുട്ടി എന്തോ ഇത്, കുട്ടി എന്ന പ്രായം 7 വയസ്സോടുകൂടി കഴിയും. അപ്പൊ നമസ്കാരത്തോട് നിങ്ങൾ കൽപ്പിക്കുക. 10 വയസ്സായാൽ നമസ്കരിച്ചില്ലെങ്കിൽ നിങ്ങൾ അടിക്കുക, അതിന്റെ പേരിൽ അടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചിട്ടില്ല. കുട്ടികൾ അടിച്ചു, നബി എന്നെ അടിച്ചു എന്നൊരു കുട്ടിയും പറഞ്ഞിട്ടില്ല, ഇല്ല. അപ്പൊ നബി സല്ലല്ലാഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, ഞങ്ങളെ വീട്ടിലേക്കൊക്കെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാലും മോനെന്തേ എന്ന് ചോദിക്കും. മോറങ്ങി എന്ന് പറഞ്ഞാൽ രണ്ടാമത് നബി ചോദിക്കാം, നിസ്കരിച്ചിട്ടല്ലേ മോ ഉറങ്ങിയത് എന്ന് ചോദിക്കും എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നിസ്കരിച്ചിട്ടല്ലേ ഉറങ്ങിയത് എന്ന് ചോദിക്കും.
അപ്പൊ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഗ്രഹനാഥന് പിതാവിന് പ്രത്യേക ബാധ്യതയുണ്ട്. വീട്ടില് എല്ലാരും വിളിച്ചുണർത്തുന്നതിലും ബാപ്പന്നെ കടന്നുറങ്ങുന്ന ആളാണെങ്കിൽ പിന്നെ രക്ഷയില്ല. ബാപ്പന്നെ സുബൈക്ക് കടന്നുറങ്ങുകയാണെങ്കിൽ പിന്നെ ആ വീട്ടിൽ വർക്കത്തില്ല, റിസ്കിൽ വർക്കത്തില്ല, ആയുസ്സിൽ വർക്കത്തില്ല, മക്കളിൽ വർക്കത്തില്ല. ഇതൊക്കെ വേറെ കാര്യം. അപ്പൊ വാപ്പാക്ക് എല്ലാരും സുബൈക്ക് എഴുന്നേൽപ്പിക്കേണ്ട ബാധ്യത ആർക്കാണ്? അപ്പൻ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പിതാവല്ല രക്ഷിതാവാവണം. പിതാവല്ല രക്ഷിതാവാണ്. മക്കളെ വിളിച്ച് ഉണർത്തണം, ഭാര്യ ഉണർത്തണം, പേരക്കുട്ടികൾ വീട്ടിൽ വിരുന്ന് വന്ന് നിസ്കരിക്കാൻ പ്രായമായ ആളുകളുടെ അവരെയും വിളിച്ചുണർത്തണം. വക്കാന യഅ്മുറു അഹ്ലഹു ബിസ്സലാ. ഇത് പ്രവാചകന്മാരുടെ ചര്യയാണ്, സാലിഹീങ്ങളുടെ ചര്യയാണ്, സലഫുസ് സാലിഹീങ്ങളുടെ ചര്യയാണ്. നമസ്കാരം കൊണ്ട് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വീടുകളിൽ പെരുമാറുക. അതേസമയം അതിൽ നിങ്ങൾ ആകെ ആക്രോശിച്ച് ബഹളം വെച്ചുണ്ടാക്കാന്നല്ല, സൗമ്യതയോടുകൂടി നമസ്കാരത്തിലേക്ക് കുടുംബത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക. ഈ 9 കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിലാണ് നമ്മുടെ മക്കൾ സാലിഹീങ്ങളായി വളരാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല വലദുൻ സാലിഹുൻ യദൂ ലഹു, നമ്മളൊക്കെ മരിച്ചു കിടക്കുമ്പോ നമുക്ക് അനുഗ്രഹമായ ഏറ്റവും നല്ല പ്രാർത്ഥന തിരിച്ചു നൽകുന്ന സാലിഹീങ്ങളായ സന്താനങ്ങളായി നമ്മുടെ എല്ലാവരുടെയും സന്താനങ്ങൾ അല്ലാഹു മാറ്റി തരുമാറാവട്ടെ.